മുൾക്കൂട്ടിൽ അവളെ അടയ്ക്കുന്നു, ചില്ലറ ചില്ലറയായി പിന്നെ വിൽക്കുന്നു. ഇന്നവൾ പേറുന്ന സംഹാരജ്വാലയാൽ കത്തിയെരിയാതിരിക്കുമോ പുരങ്ങൾ. കവിയും ഗാനരചയിതാവുമായ ശ്രീ പൂവച്ചൽ ഖാദർ തൻ്റെ ഏറ്റവും പുതിയ കവിതയിലൂടെ വർത്തമാനകാല സ്ത്രീത്വത്തിന്റെ ആകുലതകളെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. സ്വാഗതം. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിന്റെ ഒരു മൊത്ത വ്യാപാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ ദിവസം മത്സരാർത്ഥികൾക്ക് വഴികാട്ടുന്ന പ്രോത്സാഹനം സമ്മാനിക്കുന്ന ആദരണീയനായ നോബൽ ഗൈഡ് ശ്രീ വി കെ ശ്രീരാമൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ വി കെ ശ്രീരാമൻ, നമസ്കാരം. സാങ്കേതിക വിദ്യയുടെ സഹായം അവർക്ക് പകർന്നു കൊടുക്കുന്ന IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ, ഹായ്. എങ്ങകന്നാലും ഇങ്ങണയണം എന്നൊരുവനെ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും സ്ത്രീത്വമാണ്. അമ്മയായും ഭാര്യയായും പെങ്ങളായും മകളായും വീട്ടിലുണ്ടാകും തിരികെ അണയുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീഭാവം. സ്വാഗതം ചെയ്യുന്നു ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി, പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ ശ്രീമതി AR സുജനയെ. എൻ്റെ പേര് സുജന. പാലക്കാട് ജില്ലയിലെ പഴമ്പാലക്കോട് എന്ന കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ മകൾ ആഷ്ലിയും പഴമ്പാലക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോസയൻസിന് പഠിക്കുന്ന മോളും കൂടിയാണ് വന്നത് ഓഡിഷന്. പക്ഷേ കുഞ്ഞിൻ്റെ നിർബന്ധം കൊണ്ട് ഞാനാണ് പങ്കെടുക്കുന്നത്. എനിക്കിഷ്ടമായി. ഈ പരിപാടിയിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ അനുഗ്രഹം ഉണ്ടാവണം. ഈ പൈസ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിവേദ്യം ട്യൂഷൻ സെൻറ്റർ നടത്തുകയാണ് പഴമ്പാലക്കോട്. എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ ഗതിയില്ലാണ്ട് പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ. ആ പൈസ ആ പാവങ്ങൾക്ക് ഉപകാരം ആവുകയാണെങ്കിൽ എനിക്ക് വലിയ പുണ്യമാണ് കിട്ടുക. എൻ്റെ അച്ഛനും അമ്മയും അവിടുത്തെ സ്കൂളിലെ ടീച്ചർ മാഷൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ശ്രീമതി സുജന, സ്വാഗതം. പാലക്കാട് നിന്നാണ് ശ്രീമതി സുജന അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. എന്ത് ചെയ്യുന്നു? ഞാൻ ട്യൂഷൻ സെന്റർ നടത്തുകയാണ് പഴമ്പാലക്കോട് നിവേദ്യം ട്യൂഷൻ സെന്റർ. എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. എല്ലാ വിഷയവും പഠിപ്പിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. യാഗഭൂമിയിലേക്ക് സ്വാഗതം. മത്സരാർത്ഥിയുടെ പേര് സുജന. അറിവ് ഏറ്റവും വലിയ സുഹൃതം. നമ്മൾ പ്രവേശിക്കുന്നു യാഗം. ശ്രീമതി സുജന കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ ഭവന പദ്ധതികൾ തയ്യാറാക്കുന്ന മിർ റിയൽറ്റേഴ്സ്. കായലോരം എന്ന റിസോർട്ടും അവരുടേതാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയ്ക്ക് വേണ്ടി യാഗത്തിലെ ആദ്യ കടമ്പയിൽ ഈ വിജ്ഞാനഗോളത്തിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുത്തു. പരിസ്ഥിതി. പരിസ്ഥിതി നല്ല വിഷയമാണ്. ശരി. മരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് ഒട്ടിപ്പിടിക്കുക അഥവാ മരങ്ങളെ കെട്ടിപ്പിടിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ചിപ്കോ എന്ന പ്രസ്ഥാനം, പാരിസ്ഥിതിക പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ്. ശരിയോ തെറ്റോ? ശരിയാണ് എന്ന ഉത്തരം ശരിയാണ്. സുജന, കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സുജനയ്ക്ക് സ്വന്തം. ഇനി രണ്ടാം സ്ഫടികഗോളം. ശരി, ഇക്കുറി എന്ത് വിഷയമാണ് സുജനയെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ചന്ദ്രൻ. അതൊരു നല്ല വിഷയമാണ്. ചന്ദ്രനിൽ അവസാനമെത്തിയ മനുഷ്യൻ ആര്? 2 ഉത്തരങ്ങൾ ഞാൻ നൽകും. അതിൽ ശരി ഉത്തരം കണ്ടെത്തുക. ചോയ്സ് 1 യൂജിൻ സെർനാൻ, ചോയ്സ് 2 നിക് ഫ്രെഡറിക്സ്. യൂജിൻ സെർനാൻ ശരിയായ ഉത്തരമാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയുടെ ക്യാഷ് അവാർഡ് സുജനയ്ക്ക് സ്വന്തം. മൂന്നാം സ്ഫടികഗോളം. സ്പോർട്സ് ആണ്. കായിക രംഗം, സ്പോർട്സ്. ശരി. ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒന്നാമത്തെ ചോയ്സ്
കോച്ചായിരുന്ന ശ്രീ OM നമ്പ്യാർ. രണ്ടാമത്തെ ചോയ്സ് രമാകാന്ത് ആച്ചിരേക്കർ. മൂന്നാമത്തെ ചോയ്സ് സണ്ണി തോമസ്. നമ്പ്യാർ. ഉറക്കെ നമ്പ്യാർ സർ. ആണോ? PT ഉഷ ആണോ? അവരുടെ കോച്ചായിരുന്നു. അദ്ദേഹത്തിനാണോ ആദ്യം ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത്? ആണ്. ശരിയായ ഉത്തരം. ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയത് ശ്രീ OM നമ്പ്യാരാണ്. PT ഉഷയുടെ കോച്ചായിരുന്നു. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപയുടെ ക്യാഷ് അവാർഡ് സുജനയ്ക്ക് സ്വന്തം. ഇനി അടുത്ത ചോദ്യം ഒരു കാഴ്ചയാണ്. കണ്ടറിയാം കൂടുതൽ കാര്യങ്ങൾ. ഈ കാഴ്ചയിലേക്ക് സുജനയെ ഞാൻ ക്ഷണിക്കുന്നു. 2 പേരുണ്ട് അല്ലേ സുജന? രണ്ടുപേരും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കറുത്ത കോട്ട് ധരിച്ച വ്യക്തി ശ്രീ AKG ആയില്യത്ത് കുറ്റ്യാടി ഗോപാലൻ എന്ന സഖാവ് AKG. അദ്ദേഹത്തിന്റെ ഇടതുവശം പകുതി അല്ലെങ്കിൽ തുറന്നിട്ട മേൽവസ്ത്രവുമായി കോട്ടുമായി നിൽക്കുന്ന ആ കന്നഡധാരി ആര് എന്ന് സുജനയ്ക്കറിയാം? തോമസ് സാറാണോ? സൂചന വേണം. അതെ സർ. ആ വ്യക്തി പണ്ടൊരിക്കൽ പട്ടാമ്പിയിലെത്തി. അവിടെ ഒരു വലിയ മനയിലേക്ക് ചെന്നു. അദ്ദേഹം പിരിവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ മനയിലേക്ക് ചെന്നത്. മനയിലെ കാരണവർ പറഞ്ഞു, ഞാൻ എന്താ തരേണ്ടത്? മുറ്റത്ത് നിൽക്കുന്ന കമുകാണ് എനിക്ക് വേണ്ടത് എന്നായി അദ്ദേഹം. എടുത്തോളൂ എന്ന് തിരുമേനിയും. പുറത്തുനിന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സുഹൃത്തുക്കൾ ആ കമുക് വെട്ടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, പകരം അതിന്റെ തലപ്പങ്ങ് വെട്ടു. എന്നിട്ട് അതിൽ കുറച്ചുകൂടി ഉയരത്തിൽ മറ്റൊരു കമ്പ് കൂടി വെച്ച് കെട്ടു. ആ കമ്പിന് മുകളിൽ നമ്മുടെ ഒരു പതാക കെട്ടു. ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഈ ആഠ്യ മനയുടെ മുൻവശത്ത് ഈ കമുകിൽ നമ്മുടെ പതാക അങ്ങനെ ഉയരട്ടെ എന്ന് അദ്ദേഹം. ദീർഘവീക്ഷണമുണ്ടായിരുന്ന ഈ വ്യക്തിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകവും എഴുതിയത്. കേട്ടില്ല? EMS. ആ ചിത്രം ഒന്നുകൂടി കാണിച്ചു. സുജന പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. സ്വതന്ത്ര കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സാക്ഷാൽ EMSന്റെ ചിത്രമാണ് ആ കണ്ടത്. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10000 രൂപ സമ്മാനമായി നേടി യാഗം സുജന വിജയകരമായി പൂർത്തിയാക്കുന്നു. ശ്രീ VK ശ്രീരാമൻ, കാഴ്ചയും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഒക്കെ പലപ്പോഴും പലതായി തന്നെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെയധികം ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രതിഭാസവുമായിരുന്നു സാക്ഷാൽ EMS. താങ്കളുടെ ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. പല മുഖ്യമന്ത്രിമാരും പിൽക്കാലത്തുണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു അദ്ദേഹം ആർജിച്ച ഒരു ഫിലോസഫിയിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, ചരിത്രത്തിൽ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ രൂഢമൂലമായിട്ടുള്ള ഒരു പാണ്ഡിത്യം കൂടി ഉണ്ടായിരുന്ന ആളാണ്. ഒരുപക്ഷെ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ പൊതുപ്രവർത്തകൻ ശ്രീ EMS ആണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. സുജന മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ സമ്മാനം സ്വന്തമാക്കി. ആദ്യ റൗണ്ട് യാഗം പൂർത്തിയാക്കി. മത്സരത്തിൽ സുജന തുടരുന്നുണ്ടോ അതോ യജ്ഞത്തിലെത്തുന്നതിന് മുൻപ് പിൻവാങ്ങുന്നു? പാലക്കാട് നിന്നെത്തിയ സുജന സുന്ദർലാൽ ബഹുഗുണയിലൂടെ EMSലൂടെയെല്ലാം സഞ്ചരിച്ച് യാഗം വിജയകരമായി പൂർത്തിയാക്കി. സുജന ഈ മത്സരത്തിൽ തുടരുന്നുണ്ടോ അതോ 10000 രൂപയുടെ സമ്മാനവുമായി ഈ മത്സരത്തിന്റെ പകുതി വഴിയിൽ വിടവാങ്ങുകയാണോ? കൗണ്ട് ഡൗൺ. സുജന സ്വാഗതം. സുജന ധീരമായ തീരുമാനം തന്നെ എടുത്തു. അല്ല, ഇതുവരെ വന്നിട്ട് വിപരീത സമസ്യയിൽ ഏർപ്പെട്ടില്ല എങ്കിൽ, ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നില്ല എങ്കിൽ കഷ്ടമാണ്. അതാണോ തീരുമാനത്തിന് കാരണം? അല്ല, സാറിന്റെ കൂടെ ബുദ്ധിമാനായ ഒരാളുടെ കൂടെയൊക്കെ കുറച്ചു നേരം കിട്ടുന്ന സന്ദർഭം, ഒരു ട്യൂഷൻ ടീച്ചറായി എനിക്ക് വളരെ ഭാഗ്യമാണ്. നോളേജ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ പണത്തിനേക്കാൾ പ്രധാനം അറിവ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രദീപ് സാറിന്റെ ഐസ് ആർ ദ വിൻഡോസ് ഓഫ് ലേണിംഗ് എന്നാണ്. കണ്ണ് കണ്ട നമുക്കൊരു എനർജി വരും. അതാണ് സാർ. ഒരു വിഷയം തരുന്നു. ഇത്തവണ വിഷയം എന്നോട് പറയരുത് കേട്ടോ. സാർ,
ആ വിഷയത്തിൽ നിന്നൊരാളുടെ പേര് മനസ്സിൽ കരുതാൻ പ്രയാസമുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇല്ല. തീർച്ചയായും ശ്രീ VK ശ്രീരാമന്റെ സഹായം സുജനയ്ക്കുണ്ട്. കടമ്മനിട്ട പറഞ്ഞു, നിനക്ക് കണ്ണു വേണം, ഇരുപുറവും വേണം, അതൊരു ഉൾക്കണ്ണ് തന്നെ ആകണം. യജ്ഞം. ശ്രീമതി സുജന, എന്തു തോന്നുന്നു? ഇപ്പോൾ കോൺഫിഡൻസ് തോന്നുന്നു, ആത്മവിശ്വാസം തോന്നുന്നു. കൂടുതൽ ആത്മവിശ്വാസം, ഓഫ് കോഴ്സ്. സന്തോഷമുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നും അല്ലല്ലോ കിട്ടിയത്, ആണോ? അല്ല. ശ്രീ VK ശ്രീരാമൻ, സുജന വിചാരിച്ച വ്യക്തിയുടെ പേര് താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. സുജനയ്ക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായം നിമ്മി ഉറപ്പുകൊടുക്കുന്നു. പ്ലീസ്. പാട്ട് പാടും കുറച്ചൊക്കെ. ഒരു രണ്ടുപേരും പാട്ട് കേട്ടിട്ട് തുടങ്ങിയാലോ? പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ട് നീയുറങ്ങൻ കരളിൻ കാതലേ, കരളിൻ കാതലേ, രാരിരാരോ രാരിരോ രാരിരാരോ രാരോ. അയ്യോ സോറി, അശ്വമേധമായിരുന്നല്ലേ, ഉറങ്ങിപ്പോയി. ആരായി പാട്ട് എഴുതിയത്? കേശവദേവ. കേശവദേവല്ല, കേശവല്ല, അഭയദേവ് എഴുതിയ പാട്ട്. അഭയദേവ് എഴുതിയ പാട്ട്. ഇതാണോ കുറച്ചൊക്കെ പാടുമെന്ന് പറഞ്ഞത്? ഈ അശ്വത്തിന്റെ കുതിപ്പ് സുജനയെ വിജയ കുതിപ്പാക്കി മാറ്റട്ടെ, സുജനയെ വിജയത്തിന്റെ കൂടുതൽ വലിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റെഡി ഫോർ ദ ഗെയിം? താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? പുരുഷൻ. ഇന്ത്യൻ? ആണ്. ഇന്ത്യൻ ആണ്. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല, ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? ഇതിലൊന്നല്ല, അല്ല, ഒന്നിലധികം മേച്ചിൽപ്പുറങ്ങളുണ്ട്. ഒന്നിലധികം. താങ്ക് യു. എന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് സുജന. എങ്കിലും അദ്ദേഹത്തിനെ താങ്കൾ വിചാരിക്കുന്നതിന് നിർണായകമായ ഒരു കാരണമുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി അത് രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിൽ ഒന്ന് തന്നെയാണോ എന്നാണ് ചോദ്യം. ആണ്? ആണ് സർ. രാഷ്ട്രീയം? രാഷ്ട്രീയം അല്ല, പഴയ അല്ലെങ്കിൽ എനിക്ക് എളുപ്പമാവില്ലേ കൂടുതൽ ഉത്തരങ്ങൾ എങ്ങനെ സഹായിക്കും? 1950 ശേഷമാണോ മരിച്ചത്? അതെ. ആണ്. അദ്ദേഹം മന്ത്രിയോ MP-യോ MLA-യോ ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കേരളത്തിൽ തന്നെയാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം പ്രധാനമായി ഉണ്ടായിരുന്നത്? കേരളത്തിനകത്താണോ? കേരളത്തിനകത്തും പിന്നെ പ്രധാനമായി ഉണ്ടായിരുന്നത് കേരളത്തിനകത്തായിരുന്നോ എന്നാണ് ചോദ്യം. കേരളത്തിന് പുറത്ത് ഉണ്ടായിരുന്നു. അല്ല, കൂടുതൽ കേരളത്തിന് പുറത്താണ്. അദ്ദേഹം ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവികൾ അലങ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. പേരിനോടൊപ്പം സമുദായ നാമം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു തോന്നണം. ഇല്ല. ഇല്ല. പാലക്കാട് ജില്ലക്കാരൻ? പാലക്കാട് ജില്ലയിലല്ല അദ്ദേഹം. അല്ല. ജനിച്ചത് പാലക്കാട് ജില്ലയിലല്ല. പാലക്കാട് ജില്ലയല്ല. മന്ത്രിയും MP-യും MLA ഒന്നും ആയിട്ടില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്? ഉറപ്പാണ്. കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? പാർട്ടി പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ? ഇല്ല സർ. ഇല്ല അല്ലേ? ഇപ്പോൾ രാജാവ് ആയിരുന്ന ഒരാളിനെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താം, പക്ഷെ അത് കക്ഷി രാഷ്ട്രീയമല്ല. ഇതൊരു പാർട്ടി പൊളിറ്റിക്സ് ആയിരുന്നു എന്നാണ് ചോദിച്ചത്. പാർട്ടി പൊളിറ്റിക്സ് ആയിരുന്നു.
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് അല്ല, അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയാം, പക്ഷെ അയാൾ ഏറ്റവും കൂടുതൽ അതായിരുന്നില്ല. ശ്രീ EMS ആദ്യ കാലഘട്ടത്തിൽ INC ആയിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലാണ് പ്രശസ്തനായത്. അതുപോലെ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തി അഥവാ പ്രസക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, ആണ്. അധികാര പദവി അലങ്കരിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം കേരളത്തിന് പുറത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രവർത്തന മേഖല എന്നും താങ്കൾ പറഞ്ഞു, അല്ലേ? 1980 രാഷ്ട്രീയ മേഖല 1980 ശേഷമാണ് മരിച്ചത്. അതെ സാർ, 80 ശേഷം. അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരൻ. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് അല്ല, കോഴിക്കോട് ജില്ലയല്ല. അല്ല, കോഴിക്കോട് കഴിഞ്ഞിട്ട് പിന്നെ കാസർഗോഡ് വന്നു, വയനാട് വന്നു, അല്ലേ സാർ? അല്ല, അതെന്തോ ആയിക്കോട്ടെ. കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒന്നാണ്. അല്ല, അവിടെയല്ല. ആണ്. അല്ല അല്ല. ആണോ അല്ലയോ? അല്ല. എന്നോട് വിശദീകരിക്കരുത്, യെസ് ഓർ നോ മാത്രമേ പറയാവൂ. സാർ, അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല കേരളത്തിലല്ല പുറത്താണെന്ന് പറഞ്ഞു. അത് ഇതര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും ആയിരുന്നു? അതെ, ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഹാസ് ഹി ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻടു എ കമ്മ്യൂണിസ്റ്റ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ 2ാം പകുതിയിൽ? കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് വന്നിട്ടില്ല സാർ. ഇല്ല. അവസാന ചോദ്യം. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ? തമിഴ്നാട്ടിലും കൂടുതലുണ്ട്, കൂടുതലും തമിഴ്നാടാണ്. രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ലാസ്റ്റ് അദ്ദേഹം വളരെ പോപ്പുലറായി കേരളത്തിൽ. സാർക്ക് അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയം തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി? പൊളിറ്റിക്കൽ പേഴ്സൺ എന്നാണ് ഐഡന്റിറ്റി. ന്യൂ ജനറേഷന് പക്ഷെ അതറിയില്ല സാർ. ന്യൂ ജനറേഷൻ അറിയില്ല. അതല്ല, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ ഗാന്ധിയനാണ് അദ്ദേഹം. അതൊക്കെ ശരി മാഡം, അതെല്ലാം ആയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ പ്രധാന പ്രസക്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ഐഡന്റിറ്റി ഇപ്പോ രാഷ്ട്രീയമാണോ സാമൂഹ്യ പ്രവർത്തനമാണോ എന്നതൊക്കെ ഒരു ചോദ്യം ഉണ്ടായാൽ ഒരുപാട് വൈഡ് വിപുലമായ തുറകളിലുള്ള. വിശദീകരിക്കരുത് സാർക്ക്. സാറിനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ ഒരാളാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഓൾഡ് ആളാണെങ്കിൽ കൂടി മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ അദ്ദേഹം ഇന്നില്ല. അപ്പൊ അദ്ദേഹത്തെ സ്മരിക്കേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട്. അദ്ദേഹം അധികാര പദവി അലങ്കരിച്ചു എന്ന് പറഞ്ഞു, അതും ശരിയാണോ? അദ്ദേഹം യെസ് ഓർ നോ, അത് ശരിയാണോ എന്നാണ്. അധികാരം സ്വന്തമായി അയാൾ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി അധികാരം ഏറ്റെടുത്ത ആളാണ്. ഒന്നുകൂടി സാർ പറയൂ. കൺഗ്രാജുലേഷൻ. ഞാൻ പറയട്ടെ, എണീറ്റെന്ന് പറയട്ടെ സാർ. സദനം കുമാരേട്ടൻ പത്തിരിപ്പാലയിലെ സേവാസദൻ സെൻട്രൽ സ്കൂൾ തൊട്ട് കഥകളി അക്കാദമി നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയ ആളാണ്. അയാൾ സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായിയാണ്. ഗാന്ധിജി അദ്ദേഹത്തോട് കേരളത്തിലോട്ട് ഗ്രാമത്തിലോട്ട് പോകാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം 2 പ്രാവശ്യം ജയിലിൽ ചാടി. പല്ല് പോയി, പോലീസുകാരുടെ തല്ലുകൊണ്ടിട്ട് രാഷ്ട്രീയത്തിൽ. പിന്നെ സ്വാതന്ത്ര്യ സമര സാർ സദനം കുമാരേട്ടൻ താടി നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ പവർ? അദ്ദേഹത്തിന്റെ നാട് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടിയാണ്. പത്തിരിപ്പാലയിലെ ഭാര്യ വീടാണ്. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് പാലക്കാട്ടുകാരനാണെന്ന്. അല്ല, അദ്ദേഹം
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ. അത് എന്തായിരുന്നു ഈ പവർഫുൾ പോസ്റ്റ്, അധികാര പദവി എന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹം കഥകളി അക്കാദമി ഓണർ ആയിരുന്നു. സേവാസദൻ കഥകളി അക്കാദമി, സദന ഹരികുമാറൊക്കെ അദ്ദേഹത്തിന്റെ മകനാണ്. അല്ല, അത് അധികാര പദവി എന്നതിനെ അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായിയായിരുന്നു, പിന്നെ ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു. പിന്നെ ആരെയും കൂസാതെ ജയിലിൽ നിന്നൊക്കെ 2-3 പ്രാവശ്യം റങ്കൂണിനൊക്കെ തടവ് ചാടുക പറഞ്ഞ എന്താ സാർ, ഒന്നും ആലോചിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം. അപ്പൊ നമ്മളൊന്നും ഒന്നുമല്ല സാറിന്റെ ആ പാദം മാത്രം തൊട്ടാൽ മതി നമുക്ക് ഐശ്വര്യം. സദനം കുമാരൻ ജനിച്ചു വളർന്നത് തൃശൂർ ജില്ലയിലെ പാമ്പാടി കൊല്ലായിക്കൽ തറവാട്ടിലാണ്. 1953 ഒറ്റപ്പാലത്ത് പത്തിരിപ്പാല പേരൂർ എന്ന സ്ഥലത്ത് ഗാന്ധി സേവാ സദനം എന്ന പേരിൽ കഥകളി അക്കാദമി സ്ഥാപിച്ചു. ഗാന്ധിയനായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു സദനം കുമാരൻ. കൺഗ്രാറ്റുലേഷൻ. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 rupees ക്യാഷ് അവാർഡ് ആണ് ഇപ്പോൾ സുജന ഈ നിമിഷത്തിൽ സ്വന്തമാക്കിയത്. സുജന സംസാരിക്കുമ്പോൾ അത് നാവിൽ നിന്ന് വരുന്ന വാക്കുകളല്ല, മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സുകൊണ്ട് കേൾക്കാം, മനസ്സുകൊണ്ട് കാണാം, മനസ്സുകൊണ്ട് അറിയുകയും ചെയ്യും. വ്യക്തികളെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടവരാണ്, പക്ഷെ സംഭവങ്ങൾ ചിലതെല്ലാം വിസ്മരിക്കപ്പെടേണ്ടതുമാണ്. സുജനയുടെ മനസ്സിലെ സംഭവം എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം. യജ്ഞം. രണ്ടാമത്തെ ബൗളിൽ നിന്നും ഇക്കുറി ഒരു വിഷയം തിരഞ്ഞെടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചു, അല്ലേ? അത് അപ്രൂവലിനായി ജൂറിയെ, നോബൽ ഗൈഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. താടിയിൽ നാട്ടറിവിന്റെയും ചിന്തയുടെയും തേനീച്ചക്കൂട് വളർത്തുന്ന ആ നമ്മുടെ ബഹുമാന്യനായ അതിഥി ശ്രീ VK ശ്രീരാമൻ, ശ്രീമതി സുജന വിചാരിച്ച ആ സംഭവം താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് സുജന? ഓൾ ദി ബെസ്റ്റ്. ആദ്യം ഒരു പാട്ട് പാടിയാണ് തുടങ്ങിയത് നമ്മൾ. ഇനി നമ്മൾ പാട്ട് അവസാനത്തേക്ക് മാറ്റാം. റെഡി? സുജന വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ്. അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ എന്ന് മാത്രം ഉത്തരങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു. റെഡി? ഒരു നല്ല സംഭവമാണ്. അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റില്ലല്ലേ? ചിലർക്ക് നല്ലതും ചിലർക്ക് മോശവും ഒക്കെയാണ്. ആണ്. 2 മുഖങ്ങളുള്ള ഒരു സംഭവമാണോ അത്? അല്ല, അല്ല, 2 മുഖങ്ങളില്ല. അപ്പോൾ ഒരു നല്ല സംഭവം തന്നെയാണോ എന്നാണ് എന്റെ ചോദ്യം. ഇസ് ഇറ്റ് എ ഗുഡ് ഇൻസിഡന്റ്? ഒരു പോസിറ്റീവ് ഇൻസിഡന്റ് ആക്കാം. ആണ് സർ? പറ്റില്ല. പറ്റില്ല. അയ്യോ, നോക്കാം. അപ്പോ സുജന പറഞ്ഞത് ലൈഫ് ലൈൻ ആയിപ്പോയി, അത് നല്ലതല്ല എന്നാണ് ശ്രീ VK ശ്രീരാമൻ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്ന് നോക്കാം. ഏഷ്യയിൽ നടന്ന ഒരു സംഭവമാണ് അത്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ ആണ്. ഇന്ത്യയിൽ നടന്ന സംഭവമാണോ? ഇന്ത്യയില് അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ? അല്ല, എന്തിനാ ഒരുപാട് അഭിനയിക്കുന്നു? 1950 ശേഷം നടന്ന സംഭവം. ലൈഫ് ലൈൻ. ആ സംഭവം 50 ശേഷമാണോ? ആണ്. 1980 ശേഷമാണോ? അല്ല. ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു? എന്നിട്ടും നല്ല സംഭവം എന്നാ പറഞ്ഞല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സംഭവം. 1960 ശേഷമാണോ സംഭവം നടന്നത്? ചോദിക്കാം. 60 ശേഷമാണ്. ആണ്. സൗത്ത് ഇന്ത്യയിലാണോ സംഭവം നടന്നത്? ദക്ഷിണേന്ത്യയിലാണോ? ആണ്. എന്നിട്ടാണ് ഏഷ്യയിലാണോ ഇന്ത്യയിലാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു 1000 സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേത്രിയുടെ മികവൊക്കെ കാണിച്ചു. ആദ്യത്തെ റൗണ്ടിലെ ആ അഭിനയത്തിന്റെ മികവ് ഞാൻ കണ്ടു. ശരി, കേരളത്തിലാണ് ആ സംഭവം നടന്നത്? അല്ല. അതെ.
1970 ശേഷമാണോ ആ സംഭവം? 70 ശേഷമല്ല അല്ലേ സർ? 70 ശേഷമല്ല. 70 ശേഷമാണ്. ആണല്ലേ? 70 ശേഷം നടന്ന സംഭവമാണ്, എന്നാൽ 80 മുൻപുമാണ്. ആ സംഭവത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഉണ്ട് ഉണ്ട്. ഉണ്ട് സർ. ഒന്നിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടോ ആ സംഭവത്തിൽ? ഇല്ല ഇല്ല. ഇല്ല. ആ സംഭവം നടന്നത് വയനാട് ജില്ലയിൽ വെച്ചാണ്. വയനാട് ജില്ലയിലല്ല. അല്ല. അല്ല സർ. അല്ല സർ, കോഴിക്കോട് ജില്ലയിൽ വെച്ച്. കോഴിക്കോട് വൈത്തിരി. കോഴിക്കോട് അല്ല. കോഴിക്കോടും അല്ല. അല്ല. ഇല്ല. വ്യവസ്ഥിതിയോ അധികാരമോ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്തതാണോ ആ സംഭവം? മീൻസ് ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നോ, വ്യവസ്ഥിതിയായിരുന്നോ, അതിന്റെ ഏതെങ്കിലും വകഭേദങ്ങളായിരുന്നോ എന്നാണ് ചോദ്യം. എസ്റ്റാബ്ലിഷ്മെന്റ് മീൻസ് ഭരണകൂടത്തിന്റെ പല മുഖങ്ങളുണ്ടല്ലോ. വ്യക്തിയുടെ ക്രുവൽറ്റിയാണ്. അത് ഒരു വ്യക്തിയുടെ ക്രുവൽറ്റി ആകാം ചിലപ്പോ. ഞാൻ ചോദിച്ചത് ഭരണകൂട ഭീകരതയായിരുന്നു എന്നാണ്. ഭരണകൂടത്തെ ഇതിലോട്ട് വലിച്ചഴിക്കണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്റ്റേറ്റ് അല്ല. അതായത് ഇപ്പോ വർഗീസ് മരിച്ചതായാലും രാജൻ കൊല്ലപ്പെട്ടതായാലും എല്ലാം ഭരണകൂട ഭീകരതയുടെ താവളങ്ങൾ. ഇതല്ല. കൊല ചെയ്യപ്പെട്ടയാൾ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. മരണം വരിച്ചയാളില്ലേ, അദ്ദേഹം രാഷ്ട്രീയ നേതാവേ അല്ല. അല്ല, അത് പറയൂ അങ്ങനെ. അദ്ദേഹം മരിച്ചയാൾ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗം ധരിച്ചിരുന്ന ആളാണ്, ഒരു ഉദ്യോഗം വഹിച്ചിരുന്ന ആളാണ്. സർവീസിൽ കിട്ടിയിട്ട് പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല. ഇല്ല, ജോലി ഇല്ലായിരുന്നു. മലപ്പുറം ജില്ലയാണോ ഈ സംഭവം നടന്നത്? അല്ല. ഈ സംഭവത്തിൽ ഒരാളുടെ ജീവഹാനിക്ക് കാരണക്കാരനായ ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഓ, ഉണ്ട്. അദ്ദേഹം MP-യോ MLA-യോ മന്ത്രിയോ ആയിട്ടുണ്ടോ? ഈ കൊന്നു എന്ന് പറയുന്ന ഒന്നും ആയിട്ടില്ല. കൊന്നു എന്ന് പറയുന്ന ഇല്ല. ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞു, പക്ഷെ MP, MLA, മന്ത്രി ഒന്നും ആയിട്ടില്ല. അങ്ങനെ മുഴുവൻ നമ്മളുടെ ഒരു സോക്കോളുടെ രാഷ്ട്രീയ നേതാവ് എന്ന് പറയാനും പറ്റില്ല. പക്ഷെ പൊളിറ്റിക്കൽ തന്നെയാണ് ആ സംഭവം. പൊളിറ്റിക്കലാ. അദ്ദേഹം ഈ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മരിച്ചയാളിന് രാഷ്ട്രീയം പ്രസക്തമല്ല എന്ന് പറഞ്ഞു. കൊന്നയാളുടെ രാഷ്ട്രീയം മാത്രമേ പ്രസക്തമുള്ളൂ, കൊന്നയാളിന് മാത്രമേ രാഷ്ട്രീയം ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഈ സംഭവത്തിനെന്നും പറഞ്ഞു. രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന്. ഇപ്പൊ രാഷ്ട്രീയമില്ല. അല്ല, ഈ സംഭവം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഭവമാണെന്നും പറഞ്ഞു. കൺഗ്രാജുലേഷൻസ് സുജന. സുജന മനസ്സിൽ ഓർത്ത ആ സംഭവത്തിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് ചിന്തിച്ചു നോക്കി, ഒരുപാട് ഓർത്തു നോക്കി. പക്ഷെ എന്താണ് സുജനയുടെ മനസ്സിലിരിപ്പ് എന്ന് കണ്ടെത്താൻ എനിക്ക് കഴിയുന്നു. പറയൂ സുജന, എന്തായിരുന്നു ആ സംഭവം? അത് നാരായണൻ നായരെന്ന് പറയും, മുണ്ടൂര്, പാലക്കാടുള്ളത്. ജന്മിത്ത വ്യവസ്ഥയുടെ ദുഷ്ടനായ ഒരാളായിരുന്നു, പ്രതിനിധിയായിരുന്നു. അപ്പോൾ അയാളെ അന്ന് കഴുത്ത് വെട്ടി അയാളുടെ മതിലിൽ തന്നെ കൊണ്ടുവച്ചു. മുണ്ടൂര് രാമുണ്ണി നക്സലേറ്റ് ആയിരുന്നു അന്ന്. പക്ഷെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഭയങ്കര പാവായിട്ടുണ്ട്. മുണ്ടൂരുകാർക്ക് അറിയാം. കുന്നിക്കൽ നാരായണൻ
ഇൻവോൾവ് അല്ലായിരുന്നു സാർ അതിൽ? ഇതിൽ മുണ്ടൂർ രാവുണ്ണിയൊക്കെയാണ്, രാവുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയായിട്ട് അതിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ അണ്ണോണായിട്ട് ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അത് 71-ലൊക്കെയാണ്, 70 ലാസ്റ്റ് 71 ആ ഒരു സമയത്തുണ്ടായത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈ തല അതിന്റെ മുകളിൽ വലിയ പറ്റിയൊക്കെ ചെയ്ത് നാരായണ നായരുടെ കൊലപാതകവും കുമ്മളിലെ കേശവൻ പോറ്റിയുടെ കൊലപാതകവുമാണ് രണ്ടെണ്ണം ഒരേ സമയത്ത് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം ഉണ്ടാക്കിയത്. കോങ്ങാട് എന്നാ പറയുക, കോങ്ങാട് നാരായണ നായർ. 1971 മുണ്ടൂരിൽ നടന്ന നക്സൽ ആക്രമണം. മുണ്ടൂർ രാവുണ്ണി എന്ന നക്സൽ പ്രവർത്തകൻ മുണ്ടൂർ നാരായണൻ നായർ എന്ന ഭൂ ഉടമയെ തലവെട്ടി ആ തല നാരായണൻ നായരുടെ മതിലിന് മുകളിലായി കാണപ്പെട്ട സംഭവം നക്സൽ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ ആദ്യകാല കൊലപാതകങ്ങളിലൊന്നായി ഇത് കണക്കാക്കുന്നു. ബിറ്റ്വീൻ കോങ്ങാടൻ്റെ മുണ്ടൂർ, അവിടെയാണ് നാരായണൻ നായരുടെ മതിൽ. ആ മതിലിൽ മനോഹരമായിട്ട് അയാളുടെ കഴുത്ത് വെട്ടിയിട്ട് വെച്ചിരിക്കുക. അയാളെ പോലെ ഒരു കൊല്ലണം സാർ. അയാളൊക്കെ അന്യരുടെ ഭാര്യമാരെ ദ്രോഹിച്ചിട്ടുണ്ട് നാരായണൻ നായർ. അപ്പം മുണ്ടൂർ രാമണി ചെയ്ത് ശരിയല്ലേ സാർ? സ്ത്രീത്വത്തിന് വില കൽപ്പിച്ചു അന്നത്തെ നക്സലൈറ്റ് ആണെങ്കിൽ കൂടി. ആ ഒരു മാർഗത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഡിബേറ്റിന്റെ ഒരു സംഭവമല്ല. കാരണം നല്ല ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ചർച്ചയാണ്. എന്തായാലും ആ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു വിരാമം ഇടാം. മിർ റിയൽറ്റേഴ്സിന്റെ 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഇതിനോടകം സുജന സ്വന്തമാക്കി കഴിഞ്ഞു. സുജനയുടെ സംശയം ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നാണ്. അല്ല എന്നാണ് ശ്രീ വി കെ ശ്രീരാമൻ പറഞ്ഞത്. പക്ഷെ ലക്ഷ്യം ഏതായാലും മാർഗം ശരിയായാൽ പോരെ എന്നാണ് സുജനയുടെ സംശയം. എൻ്റെ സംശയം മറ്റൊന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും മാനവികമായ ലക്ഷ്യം മാതൃത്വമാണ്, അമ്മയാവുക എന്നതാണ്. മാർഗം ഏതും സ്വീകരിച്ചാൽ അത് അമ്മയാകും. സുജന, യജ്ഞത്തിന്റെ 1-ാം റൗണ്ടിൽ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു, വിജയിച്ചു. യജ്ഞത്തിന്റെ 2-ാം റൗണ്ടിൽ ഒരു സംഭവം മനസ്സിൽ ഓർമ്മിച്ചു. യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ ഒരു സ്ഥലം മനസ്സിൽ ഓർമ്മിക്കുന്ന യജ്ഞത്തിന്റെ അവസാന റൗണ്ടിൽ സുജന എത്തി നിൽക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. സുജന മനസ്സിലോർത്ത സ്ഥലം ശ്രീ വി കെ ശ്രീരാമൻ താങ്കൾ അംഗീകരിക്കുന്നു? അപ്രൂവ്. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ്. സുജന വിചാരിച്ച സ്ഥലം ഏഷ്യയിലെ ഒരു സ്ഥലം ആണ്. പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. അല്ല. കാര്യം സുജന വിചാരിച്ച വ്യക്തിയും സംഭവവും എല്ലാം പാലക്കാടുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഒരു സ്ഥലമാണോ? അല്ല. ഏഷ്യയിലേതാണ്, ഇന്ത്യയിലേതല്ല. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും മ്യാൻമാറും വേണമെങ്കിൽ ചേർക്കാം. അസോസിയേറ്റ് അല്ല. ആ സ്ഥലത്തിന്റെ പ്രധാന പ്രസക്തി രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടാണോ? അല്ല. കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്? അല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയ സ്ഥലം എന്നതാണോ ആ സ്ഥലത്തിന്റെ പ്രധാന പ്രസക്തി? അല്ല. കായിക രംഗവുമായി ബന്ധപ്പെട്ടാണ്? ആണ്. ഒരു പ്രത്യേക കായിക ഇനവുമായി, ഒരു പ്രത്യേക കളിയുമായി ബന്ധപ്പെട്ടാണോ ആ സ്ഥലത്തിന്റെ പ്രസക്തി? അല്ല. ഇന്ന് നമ്മൾ ഈ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ആ സ്ഥലത്ത് യോഗേശ്വർ ദത്ത് ഉണ്ട്. അപ്പോ ഈ ചിത്രീകരണം നടക്കുന്ന ഈ നിമിഷത്തിൽ അവിടെ യോഗേശ്വർ ദത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് ഭാരതീയർ അവിടെയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയും അവർ സംരക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുജന മനസ്സിൽ വിചാരിച്ചത് ഇൻഷിയോൺ ആണ്.
ഇഞ്ചിയോൺ. സൗത്ത് കൊറിയയിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് ഇഞ്ചിയോൺ. 2014 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇവിടെയാണ്. കൊറിയയിലെ ജനസംഖ്യയിൽ സിയോളിനും ബുസാനും ശേഷം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ജനസംഖ്യയേറിയ നഗരം. സ്പോർട്സ് ആണ് സുജനയ്ക്ക് കിട്ടിയ വിഷയം ആണോ? സ്പോർട്സിൽ വലിയൊരു കമ്പമില്ല. പാലക്കാട് സ്പോർട്സുമായി ബന്ധപ്പെട്ട വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. സോ നിമി പ്ലീസ്, കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ് സ്വന്തമായി ലഭിക്കുന്നു. ചിന്തകളുടെ ചക്രവാളങ്ങളിൽ നക്ഷത്രങ്ങൾ ആരാണ്? എന്നോ മറഞ്ഞുപോയവരാണ്. അവരുടെ സ്മരണകളിൽ നമുക്കും ജ്വലിക്കാം, ഉദിക്കാം, പിന്നെ ഉയരുകയും ചെയ്യാം. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ബ്ലാക്ക് ബോക്സ്, അത് തകർക്കാൻ പറ്റാത്ത ഒന്നാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എന്തേ ആ ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കുന്ന അതേ സ്റ്റഫ് കൊണ്ട് ഈ വിമാനം തന്നെ നിർമ്മിച്ചുകൂടാ? സ്വാഗതം. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. ജനസംഖ്യാ വർധനവിന്റെ തോത് കേരളത്തിൽ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. പല കാര്യങ്ങളിലും പത്തനംതിട്ട സ്ഥിതിവിവര കണക്കുകളിൽ മുൻപന്തിയിൽ തന്നെയാണ്. പത്തനംതിട്ടയിൽ നിന്നെത്തിയ അടുത്ത മത്സരാർത്ഥി സൂരജാണ് ഇനി അശ്വമേധത്തിന്റെ വേദിയെ അലങ്കരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ വിഷ് യു വിഷ് ടു സീ ഇൻ ദിസ് വേൾഡ്. അതെ, ഈ ലോകത്തിൽ വരേണ്ട ഒരു മാറ്റമാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സൂരജ് ശ്രീ നായർ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നും വരുന്നു. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനിൽ HR ട്രെയിനറായി വർക്ക് ചെയ്യുകയാണ്. വായനയും പ്രശ്നോത്തരിയും ഇഷ്ടപ്പെടുന്ന ഞാൻ ഇതിനകം ധാരാളം ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ഇപ്പോൾ അഭിലാഷം പൂവണിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ മത്സരത്തിനായി പോവുകയാണ്. നിങ്ങളുടെ അനുഗ്രഹവും ആശിസ്സും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം. സൂരജ്, സ്വാഗതം. സൂരജ് സർവകലാശാല തലങ്ങളിലുള്ള ഒട്ടനവധി ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പഠിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞോ? MBA കഴിഞ്ഞു. MBA കഴിഞ്ഞു. എവിടെ പഠിച്ചിരുന്നത്? SB കോളേജ്, ചങ്ങനാശ്ശേരി കോളേജ്. SB കോളേജ്, സെയിന്റ് ബെർഗ്മാൻ കോളേജ്, ചങ്ങനാശ്ശേരി. സർവകലാശാല യുവജനോത്സവത്തിൽ ക്വിസിനും പിന്നെന്തിനാ സമ്മാനം കിട്ടിയിട്ടുള്ളത്? ക്വിസിനാണ്. അശ്വമേധം ഇഷ്ടമാണ് സൂരജ്? തീർച്ചയായും. പഴയ അശ്വമേധം കണ്ടാണ് ഞാൻ വളർന്നതെന്ന് പറയാം. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് ഞാൻ 5-6 ക്ലാസ് പഠിക്കുമ്പോഴാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് സൂരജ്. താങ്ക് യു. ഗംഭീരമാക്കണം ഈ മത്സരത്തിൽ സൂരജിന്റെ ആവേശ പോരാട്ടം. തീർച്ചയായും. സമസ്യകളിൽ ബിരുദ കാട്ടിയ സൂരജും ഒരുമിച്ച് നമുക്ക് കടക്കാം യാഗം. സൂരജ്, ആ സ്ഫടിക ഗോളത്തിൽ നിന്ന് ഒരു വിഷയം. മദർ, അമ്മ. അമ്മ. നോക്കട്ടെ, ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണ് സൂരജിന് ലഭിച്ചത്. സൂരജ്, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് സൂരജ് കണ്ടെത്തിയത്. ശ്രീമതി മൃണാളിനി സാരാഭായിയുടെ അമ്മ മലയാളിയായി. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ആരാണെന്ന് പറയാമോ? മല്ലിക സാരാഭായ്. അത് മൃണാളിനി സാരാഭായിയുടെ മകളാണ് മല്ലിക സാരാഭായ്. അമ്മ മലയാളിയാണ് എന്നത് ശരിയാണ് എന്ന് സൂരജ് പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ശ്രീമതി മൃണാളിനി സാരാഭായിയുടെ സഹോദരിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അമ്മു സ്വാമിനാഥന്റെ മക്കളാണ് അവർ. ശരി. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയുടെ സമ്മാനം താങ്കൾ സ്വന്തമാണ്. ഇനി രണ്ടാം സ്ഫടിക ഗോളത്തിൽ കണ്ടുപിടുത്തങ്ങൾ. കണ്ടുപിടുത്തങ്ങൾ. എനിക്കിഷ്ടപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്.
എനിക്കല്ല, പലർക്കും. എന്താ സൂരജ് പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ സമയം പോകാൻ വേണ്ടി അല്ലെങ്കിൽ വിരസത മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ആണോ ച്യൂയിംഗമാണോ? ചുവിങ്കമാണ്. ച്യൂയിംഗമാണ്. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആരായി ച്യൂയിംഗം കണ്ടുപിടിച്ചത്? ച്യൂയിംഗം കണ്ടുപിടിച്ചത് ആരാ? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് ച്യൂയിംഗം. ഉത്തരങ്ങൾ: ജോൺ റിഗ്ലി, വാൾട്ടർ ഡെയ്മർ. ജോൺ റിഗ്ലി. ജോൺ റിഗ്ലെ. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നു വാൾട്ടർ ഡെയ്മർ ആണെന്ന്. ജോൺ റിഗ്ലി തന്നെയാണോ? അതെ. 100%? യെസ്. മാറ്റുന്നില്ല? ഇല്ല. 100% ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ഒരു കാര്യം പറഞ്ഞു, ജോൺ റിഗ്ലെ. എനിക്ക് മനസ്സിലായി റിഗ്ലി സ്റ്റൂയിംഗം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അല്ലേ. പക്ഷെ ജോൺ റിഗ്ലെ എന്നൊരാൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. വാൾട്ടർ ഡെയ്മർ ആണ് ച്യൂയിംഗം കണ്ടുപിടിച്ചത്. സൂരജിന്റെ ഉത്തരം തെറ്റാണ്. ഞാൻ 3 തവണ ആവർത്തിച്ച് ചോദിച്ചതല്ലേ, എന്തു പറ്റി? കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്. ജോൺ റിഗ്ലെ ആണെന്ന് എനിക്ക് ഉറപ്പില്ല എന്നെല്ലാം പറഞ്ഞില്ലേ. മറ്റൊരവസരത്തിൽ സൂരജിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂരജിനുള്ള സാന്ത്വന സമ്മാനം നമുക്ക് സമ്മാനിക്കാം. നിമ്മി. കൺഗ്രാറ്റുലേഷൻസ് സൂരജ്, താങ്കളുടെ സാന്നിധ്യത്തിന്. ഒപ്പം ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഒരു സാന്ത്വന സമ്മാനമാണ് താങ്കൾക്ക്. പക്ഷേ ഇതൊരു പ്രോത്സാഹന സമ്മാനം കൂടിയാണ്. നാളെ തിരികെ എത്തണം. നമ്മുടെ ചുറ്റും ലോകത്തിൽ ഒരുപാട് മണൽ കുഴികളുണ്ടാകും, ചതുപ്പ് നിലങ്ങളുണ്ടാകും. പ്രലോഭനങ്ങളുടെ, പ്രേരണകളുടെ കുഴികളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് അപകടകാരികളായ ചിലന്തികൾ വലകെട്ടി പാർക്കുന്നും ഉണ്ടാകും. ഈ റിഗ്ലെ എന്നുള്ള വാക്ക് അത്തരമൊരു അപകടകാരിയായ ചിലന്തിയായിരുന്നു. ആ ചിലന്തി വലയിൽ സൂരജ് അറിയാതെ ട്രാപ്ഡായി പോയതാണ്. ജീവിതത്തിൽ കെണികളിൽ പെട്ടുപോകുന്നവരാണ് നമ്മളിൽ പലരും, ഞാനും നിങ്ങളും ഒക്കെ. കെണികളിൽ പെട്ടുപോകുന്നത് സ്വാഭാവികമാണ് മനുഷ്യർക്ക്. പക്ഷെ പെട്ട കെണിയിൽ പൂർണ്ണമായും അകപ്പെടാതെ ആ ചിലന്തി വല കുരുക്കുകൾ പൊട്ടിച്ചെറിഞ്ഞ് തീർത്തും സ്വതന്ത്രമായ ജീവിത വിജയത്തിന്റെ ഭാഷയിലേക്ക് തിരികെ കുതിക്കാൻ നമുക്ക് കഴിയണം, ഈ കുതിരയെപ്പോലെ. ഗുഡ് നൈറ്റ് ഫ്രം GS.